അനുപച്ചൻ ശരിക്കും മരിക്കുമെന്ന് നമ്മൾ ആരും കരുതിയില്ല. അമ്മച്ചിയുടെ തലോടലിലാണ് അനുപച്ചൻ അവസാന രാത്രി ഉറങ്ങിയത്. അനുപച്ചൻ പറഞ്ഞു, ബിനോയിച്ച, ഞാൻ വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയി. വീടുകളിൽ ഞാൻ എൻ്റെ ഈശോയെ കണ്ടു, ശുദ്ധീകരണ സ്ഥലം ഒക്കെ കണ്ട് അതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് അനുപച്ചന്റെ ആകസ്മികമായ നിര്യാണത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന അഭിവന്ദ്യ പിതാവേ, സ്നേഹം നിറഞ്ഞ ജനറാളച്ച, വൈദിക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അനുപച്ചന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായി, നമ്മളിൽ ഒരാളായി, ചിരിച്ച മുഖവുമായി, നമ്മളോട് തമാശകൾ പറഞ്ഞ് ഓടി നടന്ന വർഗീസ് കൊല്ലംകുന്നേൽ എന്ന അനുപച്ചൻ ഇനി നമ്മോട് കൂടെയില്ല. ദൈവത്തിൽ നിന്നും വന്ന് കൊല്ലംകുന്നേൽ കുഞ്ഞേട്ടന്റെയും മത്സമ ചേച്ചിയുടെയും മകനായി ജനിച്ച് അജീഷിന്റെയും തുഷാരയുടെയും പ്രിയപ്പെട്ട ചേട്ടായിയായി ജീവിച്ച് പ്രിയപ്പെട്ടവരുടെ അനുപച്ചനായി മാനന്തവാടി രൂപതയുടെ സ്വകാര്യ അഭിമാനമായി മനോഹരമായ മഴവില്ല് പോലെ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ണിനും മനസ്സിനും കുളിർമയും ആനന്ദവും നൽകി അനുപച്ചൻ മാഞ്ഞു പോയിരിക്കുകയാണ്. ബിനോയിച്ച, നമുക്ക് തിങ്കളാഴ്ച കാണാൻ കിട്ടോ എന്ന് പറഞ്ഞ് ഏതാനും ദിവസം മുമ്പ് ഒരു ശനിയാഴ്ച NDS ഓഫീസിൽ നിന്നും ഇറങ്ങിയ അനുപച്ച ഇത്രയും പെട്ടെന്ന് എന്നേക്കുമായുള്ള യാത്രാവഴി പറഞ്ഞ് പിരിയേണ്ടി വരുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. കുറഞ്ഞ കാലത്തേക്ക് നമുക്ക് വേണ്ടി ദൈവം പറഞ്ഞയച്ച അനുപച്ചൻ അനേകം ആളുകൾക്ക് സ്നേഹവും കരുതലും സാന്ത്വനവും നൽകി ദൈവസ്നേഹത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും പ്രതിരൂപമായി ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യവും അചിന്തനീയവുമായ ദൈവിക പദ്ധതിക്ക് മുൻപിൽ കണ്ണുനീരോടെ ഞങ്ങൾ കരങ്ങൾ കൂത്തുന്നു. അനുപച്ചനെ സ്വന്തം മകനെ പോലെ ചേർത്ത് പിടിച്ച രൂപതാ കുടുംബത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. തിരുപ്പട്ടം നൽകിയ നാൾ മുതൽ ഇന്നേ വരെ അനുപച്ചൻ പൗരോഹിത്യ വഴികളിൽ കൂടെ നിന്ന് സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അഭിവന്ദ്യ ജോസ് പിതാവ് പ്രത്യേക സാഹചര്യം മൂലം ഇന്ന് നമ്മോടൊപ്പമില്ല. ജോസ് പിതാവിനെ നന്ദിയോടുകൂടി ഇവിടെ ഓർക്കുകയാണ്. അനുപച്ചൻ രോഗാവസ്ഥയിൽ അനുപച്ചനെ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഇന്നലെയും ഇന്നുമൊക്കെ നമ്മോടുകൂടെ അനുപച്ചന് വേണ്ടി സമയം കണ്ടെത്തിയായിരിക്കുന്ന അഭിവന്ദ്യ അലക്സ് പിതാവിന് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. പ്രയാധിക്യത്തിലും വന്നുകൊണ്ട് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയ ജോർജ് ഞരളക്കാട്ട് പിതാവിനെയും ഹൃദയപൂർവമായ നന്ദി ഈ നിമിഷം അറിയിക്കുന്നു. അനുപച്ചന്റെ പൗരോഹിത്യ വഴികളിൽ ശ്രദ്ധാപൂർവം അച്ഛനെ കേൾക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വളർത്തി വലുതാക്കുകയും ചെയ്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പോൾ മുണ്ടോളിക്കലച്ചൻ. NDS ഡയറക്ടർ ആകാനുള്ള ഒരുക്കത്തിന്റെ കാലഘട്ടത്തിൽ എന്നെ കാണുമ്പോഴെല്ലാം പോളച്ചൻ ചോദിക്കുമായിരുന്നു, അനുപച്ചനെല്ലാം പഠിപ്പിക്കുന്നില്ലേ, പറഞ്ഞു കൊടുക്കുന്നില്ലേ, ഒരുക്കുന്നില്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ. അത്രയേറെ ശ്രദ്ധയോടെ കൂടെ നിന്ന് പോളച്ചന് വളരെ ഹൃദയപൂർവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. പോളച്ചനോട് ചേർന്ന് നിന്ന് അനുപച്ചനെ സ്നേഹിച്ച ബെന്നിയച്ചനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അനുപച്ചന്റെ രോഗാവസ്ഥയിൽ വളരെ പ്രതീക്ഷയോടുകൂടെ നമ്മുടെ കൂടെ നിൽക്കുകയും നമുക്ക് എന്ത് ചെലവായാലും വേണ്ടില്ല അനുപച്ചനെ തിരിച്ചു കിട്ടണമെന്ന വാശിയോടെ ആശുപത്രിയിലും തുടർന്നും എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ഉറക്കമിളച്ച് കൂടെ നിൽക്കുന്ന പ്രൊക്കുലേറ്റർ ജോസ് പുറ്റലക്കിലച്ചനെ ഏറെ ഹൃദയപൂർവ്വം ഇവിടെ അനുസ്മരിക്കുകയാണ്.
ബിഷപ്പ് സോസിലെ അനുപകാളിയാനച്ഛൻ, ഷാൻഡവച്ചൻ, ആൽബിനച്ചൻ എന്നിവരെ പ്രത്യേകം നന്ദിയോടുകൂടി ഈ വേദിയിൽ അനുസ്മരിക്കട്ടെ. അനുഭവിച്ച രോഗാവസ്ഥയിൽ തുടക്കം മുതലേ ശ്രദ്ധയോടെ പരിചരിച്ച ബത്തേരി അസംഷൻ ആശുപത്രിയിലെ SH സിസ്റ്റേഴ്സ്, ഡോക്ടേഴ്സ്, നഴ്സുമാർ എന്നിവരെ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു. അടിയന്തര സാഹചര്യത്തിൽ ഓടിയെത്തി അനുപച്ചനെയും കൊണ്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് തിടുക്കത്തിൽ പോയി വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് ഇപ്പോഴും നമ്മളോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന തോമസ് മണക്കുന്നിലച്ചന് ഹൃദയപൂർവമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 11 ദിവസത്തോളം ഞങ്ങളുടെ അനൂപച്ചൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി ICUവിലായിരുന്നു. അച്ഛനെ പരിചരിച്ച ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡോക്ടേഴ്സ്, നഴ്സുമാർ എന്നിവരെ ഏറെ നന്ദിയോടുകൂടെ ഇവിടെ ഓർക്കുകയാണ്. ആശുപത്രിയിലെ സങ്കീർണമായ ദിവസങ്ങളിൽ അനൂപച്ചനോട് ചേർന്ന് നിന്ന അനൂപച്ചന്റെ ബാച്ചിലെ അച്ഛന്മാർ പൗരോഹിത്യ കൂട്ടായ്മയുടെയും കരുതലിന്റെയും മാതൃകയായി മാറുകയായിരുന്നു. പ്രിയപ്രകാശച്ച, സനോജച്ച, അഗസ്റ്റിനച്ച, നിതിനച്ച, ജോമേഷച്ച, വിവാളിനച്ച, പീച്ചാട്ടച്ച, നിങ്ങളെ ഞങ്ങൾ നന്ദിയോടുകൂടി ഈ നിമിഷം ഓർക്കുകയാണ്. ഇന്ന് അനുപച്ചനെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമായി കടന്നു വന്ന അനുപച്ചന്റെ ബാച്ചിലെ മുഴുവൻ വൈദികരെയും ഏറെ നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ്. അനുപച്ചന്റെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ഒരുക്കി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന കൽപ്പറ്റ ഫാത്തിമ മാത ആശുപത്രി ഡയറക്ടർ ജിമ്മി അച്ഛൻ, FCC സിസ്റ്റേഴ്സ് എന്നിവരെ നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ്. കൽപ്പറ്റയിലെ കാര്യങ്ങൾ എല്ലാം കൃത്യമായ ക്രമീകരണങ്ങൾ നടത്തി മുൻപന്തിയിൽ നിന്ന് നീലഗിരി റീജിയണൽ വികാർ ബിജു പൻപാറക്കിലച്ഛനെയും ജോണി പെരുമാട്ടിക്കുന്നിലച്ഛനെയും മറ്റു വൈദികരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അനുപച്ചൻ അവസാന യാത്രയിൽ അച്ഛനെ അനുഗമിക്കുകയും രാത്രി മുഴുവനും അച്ഛനോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത വൈദികർ, സിസ്റ്റേഴ്സ്, ഓസ്പര, കല്ലുമുക്ക്, നീലഗിരി റീജിയണിലെ ആളുകൾ എന്നിവരെ നന്ദിയോടുകൂടി ഈ നിമിഷം ഓർക്കുകയാണ്. ഇന്ന് മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും വന്നു കണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും അനൂപച്ചനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഹൃദയപൂർവമായ നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ്. ഇന്നലെയും ഇന്നും സംസ്കാര ശുശ്രൂഷകൾക്ക് ഒരു കുറവുമില്ലാതെ എല്ലാ ക്രമീകരണങ്ങളും കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പരോമേലച്ചനെയും പാസ്റ്ററൽ സെന്ററിലെ മുഴുവൻ വൈദികരെയും ഇതിന്റെ ക്രമീകരണങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് എല്ലാ ക്രമീകരണങ്ങളും നൽകിയ കമന്ററി, ഫയർ, മീഡിയ എന്നിവയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ അച്ഛന്മാരെയും നന്ദിയോടുകൂടി അനുസ്മരിക്കട്ടെ. അവസാനമായി നന്ദി പറയേണ്ടത് അനൂപച്ചന്റെ കുടുംബത്തോടാണ്. പ്രിയപ്പെട്ട അനൂപച്ചന്റെ ചാച്ചൻ കുഞ്ഞേട്ട, അമ്മച്ച വത്സമ്മ ചേച്ചി, അജേഷ്, ഉഷാര, അനൂപച്ചന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, അനൂപച്ചൻ ഒരു ഫാമിലി മാൻ ആയിരുന്നു. കുടുംബത്തെ സ്നേഹിച്ച് കൂടെ ചേർത്ത് നിർത്തിയ ആൾ. അദ്ദേഹത്തെ ഒരു നല്ല മനുഷ്യ സ്നേഹിയാക്കിയത് പൂക്കളെയും പറവകളെയും പട്ടിയെയും പൂച്ചയെയും പക്ഷികളെയും യാത്രകളെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചത് നിങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ പഠിപ്പിച്ച സ്നേഹത്തിന്റെയും കരുതലിന്റെയും ബാലപാഠമാണ് അച്ഛനിൽ ഞങ്ങൾ കണ്ടത്. അനേകം ആളുകൾ അച്ഛനിലൂടെ അനുഭവിച്ചത്. അതിന് നമ്മൾ മിസ് ചെയ്യും. തന്റെ ആരോഗ്യം പോലെ വകവയ്ക്കാതെ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടന്ന അനൂപച്ചനെ നമ്മളെല്ലാവരും മിസ് ചെയ്യുമെന്നത് തീർച്ചയാണ്. മനോഹരമായ ഈ ജീവിതത്തെ വളർത്തി വലുതാക്കി സഭയ്ക്ക് നൽകിയതിന്, ആശുപത്രി വരാന്തയിൽ അവസാന നിമിഷം വരെ കാവൽക്കാരായി നിന്നതിന് ഈ കുടുംബത്തെ നന്ദിയോടുകൂടി നമുക്കെല്ലാവർക്കും അനുസ്മരിക്കാം.
പ്രിയപ്പെട്ട അനൂപച്ചന്റെ അവസാന രാത്രിയിൽ അനൂപച്ചന്റെ അമ്മച്ചി അടുത്തു പോയിരുന്ന് സംസാരിച്ചു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അമ്മച്ചിയുടെ തലോടലിലാണ് അനൂപച്ചൻ അവസാന രാത്രി ഉറങ്ങിയത്. ആ രാത്രി നന്നായി ഉറങ്ങിയെന്നാണ് എല്ലാവരും പറഞ്ഞത്. ആ ഉറക്കം അച്ഛന്റെ സ്വർഗീയ യാത്രയുടെ തുടക്കമായിരുന്നു. 2 ദിവസം മുമ്പ് അനൂപച്ചനെ ഞാൻ കാണുവാൻ പോയപ്പോൾ വളരെ സന്തോഷവാനായി സരസനായി 1 മണിക്കൂറോളം അദ്ദേഹം എന്നോട് സംസാരിക്കുകയുണ്ടായി. സംസാരിക്കുന്നതിനിടയിൽ അനൂപച്ചൻ പറഞ്ഞു, ബിനോയിച്ച, ഞാൻ വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയി, വലിയ രോഗപീഠകളിലൂടെ ഞാൻ കടന്നുപോയി. എന്റെ ശുദ്ധീകരണ സ്ഥലം എനിക്ക് എന്റെ കർത്താവ് കാണിച്ചു തന്നു. എന്റെ പീഡകളിൽ ഞാൻ എന്റെ ഈശോയെ കണ്ടു. എന്റെ ശുദ്ധീകരണമെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തമാശ പറഞ്ഞു, അനുവച്ച, എന്തായാലും ശുദ്ധീകരണ സ്ഥലം ഒക്കെ കണ്ട് അതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ശരിക്കും മരിക്കുമ്പോൾ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാമല്ലോ എന്ന്. ഇത്ര പെട്ടെന്ന് അനൂപച്ചൻ ശരിക്കും മരിക്കുമെന്ന് നമ്മൾ ആരും കരുതിയില്ല. അനൂപച്ചൻ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞ് സ്വർഗപിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുകയാണ്. അനൂപച്ച നമുക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, രൂപതയ്ക്ക് വേണ്ടി, ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് മാത്രം നമുക്ക് അപേക്ഷിക്കാം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി നന്ദിയോടുകൂടി അനുസ്മരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സങ്കടത്തോടെ നിർത്തട്ടെ.